Hey guys, good evening. Welcome to my YouTube channel. അപ്പം ഇപ്പോൾ എല്ലാ ദിവസങ്ങളും പൊതുവേ വീട്ടമ്മമാർക്ക് ഇങ്ങനെയാണല്ലോ, രാവിലെ പോയി നോക്കുക, വെയിലുറയ്ക്കോ എന്നൊന്ന് നോക്കുന്നു. അങ്ങനെ നോക്കി അന്തരീക്ഷം തെളിഞ്ഞതാണെന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. പരിസരമൊക്കെ വെള്ളം കയറുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടറിയാം. അത് കഴിഞ്ഞ് വന്ന് കുഞ്ഞ് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു, അവന് ചായ ഇട്ടുകൊണ്ട് കൊടുത്തു. അവന് എപ്പോഴും ഷിൻചാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് ചായ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് ഞാൻ നേരെ ഒന്നും കൂടെ ഇറങ്ങി നോക്കി. അപ്പം കുറച്ചുകൂടെ ഒരു തെളിച്ചം കണ്ടപ്പം ഒരാശ്വാസം, മഴയ്ക്കൊക്കെ ഒരു ശമനം കിട്ടിയെന്നൊരാശ്വാസം. അത് കഴിഞ്ഞ് വന്ന് രാവിലത്തേക്ക് ഫുഡാക്കി. ഒരിച്ചിരി ഒരു കേക്ക് ഇരിപ്പുണ്ടായിരുന്നു, അപ്പം അതും കൂടെ കഴിച്ചു. മഴയാണേലും കേക്കൊക്കെ കഴിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് അവിയലൊക്കെ വെച്ചിട്ട് വീണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ മഴവെള്ളത്തിന് അതെല്ലാം കൂടെ ഒറ്റ ഒരു സൈഡിലേക്കാണ് വന്ന് വീഴുന്നത്. അപ്പം അതിന് ലൈൻ അടിച്ച് മാറ്റി കൊടുക്കാനായിട്ടൊക്കെ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കാൻ ഹെൽപ്പിന് ആവശ്യമുണ്ടെങ്കിലെന്ന് കരുതിയിട്ട് ഞാനും കൂടെ കയറിപ്പോയി. പിന്നെയും തിരിഞ്ഞ് കറങ്ങി അന്തരീക്ഷം ചാറ്റമഴ കാണുമ്പോഴോ വീണ്ടും മഴയാണോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കും. ആ സമയത്ത് കുഞ്ഞ് മേളിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. അവനെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറയുക, ചാറ്റമഴ പെയ്യുന്നു എന്നൊക്കെ. ഇത്രയും ദിവസം നിർത്താതെ മഴ പെയ്തുകൊണ്ട് മുകൾഭാഗമെല്ലാം നല്ല തെന്നലായിട്ട് കിടക്കുകയാണ്, കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഒരു വലിയ റിസ്ക് ഇല്ലാത്തൊരു ഭാഗത്തോടെ അങ്ങോട്ട് ഇറങ്ങും. അവിടെ ആകുമ്പോൾ ഷെയ്ഡുണ്ട്, വലിയ പ്രയാസമില്ലാതെ ഇറങ്ങാൻ പറ്റും. ഇപ്പോഴാണ് കാണുന്നത് ഞാനിതൊക്കെ വീഡിയോ എടുക്കുകയാണെന്ന്. അവിടെ നിന്ന് അങ്ങോട്ട് ചാഞ്ഞ് നിന്ന വാഴക്കച്ചിയൊക്കെ അറുത്ത് മാറ്റുക, അങ്ങോട്ട് പോകാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടും കൂടെ. പൈപ്പിൻ്റെ ഇവിടെയാണ് നമുക്ക് പ്രധാനമായിട്ടും, കാരണം അപ്പുറത്തെ സൈഡിലാണ് ചെറിയൊരു നമ്മുടെ സ്ഥലത്തിന് ഇച്ചിരി ചായ്വ് പോലുള്ള അപ്പുറത്തെ സൈഡിലാണ്. അപ്പം ഈ വെള്ളം എല്ലാം കൂടെ മൊത്തത്തിൽ പോയി ആ സൈഡിലോട്ടാണ് നിൽക്കുന്നത്. അപ്പം വാഷിംഗ് മെഷീൻ്റെ അവിടെ നിന്ന് വെള്ളം വരുന്നതും ഇവിടെയാണ് പ്രധാനമായിട്ടും നമുക്ക് ലൈൻ അടിച്ച് മാറ്റി കൊടുക്കേണ്ടത്. അവിടെ നിന്ന് പൈപ്പ് കട്ട് ചെയ്യുവാണ്. അത്രയും നീളത്തിലുള്ളത് കട്ട് ചെയ്ത് മാറ്റി.
എപ്പോഴും വരുന്ന പൂച്ചക്കുഞ്ഞാത് അതും അതിൻ്റെ ഒരു കുഞ്ഞുണ്ട്. അത് അവിടെ ഇരുന്ന് നമ്മളെ ഇങ്ങനെ നോക്കുക. അയ്യോ നമ്മളെന്ത് ചെയ്യുവാണെന്ന് വിചാരിച്ചിട്ട് അതവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കുന്നു. സമയത്ത് എന്നോട് പറഞ്ഞ അവിടെ മറ്റേ പായലൊക്കെ ഉരച്ച് കളയാൻ പറ്റിയ ഒരു ബ്രഷ് കിടപ്പുണ്ട്, അതെടുത്ത് കൊടുക്കാനായിട്ട്. അത് കൊടുത്ത് അവിടെ നിന്ന് ഈ മഴയത്ത് ഇങ്ങനെ നനഞ്ഞു കിടക്കുന്ന കാരണം ഇങ്ങനെ വെച്ചെന്ന് ഉടയ്ക്കുന്ന ഉടനെ അതിങ്ങ് ഇളകി വരും. അങ്ങനെ നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്ത് കളയുന്നുണ്ട്. അത്യാവശ്യം അവിടെ ആ ഒരു സൈഡ് മൊത്തവും അത് ക്ലീൻ ചെയ്ത് കളഞ്ഞു. കളയുമോ ഈ പൈപ്പ്? ഫൈനലി എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. 2 സ്ഥലത്തുനിന്നും ഇപ്പോൾ മഴവെള്ളം ആ ഭാഗത്തേക്ക് വീഴുന്ന രീതിയിൽ, അതാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. പുറത്തോട്ട് ഇറങ്ങാനായാലും ഇത് ആ സൈഡിൽ കൂടെ നമ്മൾ നടക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനിപ്പോൾ ചെയ്തത്. അത് കഴിഞ്ഞ് താഴെ വന്നിട്ട് ഫുഡൊക്കെ എല്ലാവർക്കും കൊടുത്തു, ഞാനും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. താങ്ക് യു.